ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹൈറിച്ചിൻ്റെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിൽ, അത് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരുവിധ മടിയുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന പണി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ മടിയുമില്ല. നമ്മുടെ ഒരിക്കൽ ഒരു വളരെ ഭയങ്കരമായ ചോദ്യം ചോദിച്ചു, ഹൈറിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യില്ല, ഹൈറിച്ച് തിരിച്ചും വരില്ല എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെയാണെങ്കിൽ കൂടി ഇന്ന് രാവിലെ കേട്ട ഒരു വോയിസ് എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ, വളരെ കാര്യഗൗരവമുള്ള ഒരു വോയിസാണ്. നമ്മുടെ ഫസൽക്കയാണ് ഇതിൻ്റെ വോയിസ് കേട്ടപ്പോൾ മനസ്സിലായി, അത് ഫസൽക്കയാണ് എന്ന് മനസ്സിലായി. ഫസൽക്ക പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് കമ്പനി എന്തായാലും തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഫസൽക്ക പറഞ്ഞത്. ഞാൻ അപ്പോൾ തന്നെ ഫസൽക്കനെ വിളിച്ചു. എന്താ ഫസൽക്ക ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ യുവമാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയാണെന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, പറ്റിക്കുന്നതല്ല, എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, ഞാനങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇതിനു മുമ്പേ വിളിച്ചിട്ടുണ്ട് ഫസൽക്ക. അപ്പോൾ ഫസൽക്ക പറയുന്നത്, ഇനിയും ഒരു കാര്യം, ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തിരിക്കുന്നത് ലീഡറുടെ കയ്യിലാണ്, അതുകൊണ്ട് എനിക്ക് തെളിവുകളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. അപ്പം ഞാനിതിനെക്കുറിച്ച് ലീഡറോട് ചോദിച്ചു. ആ ലീഡർ ചോദിച്ചു പറഞ്ഞു, അതൊന്നും വിഷമിക്കണ്ട, നമ്മുടെ കമ്പനി എന്തായാലും തിരിച്ചു വരുമെന്നാണ് ലീഡർ പറഞ്ഞത്, അല്ലാതെ വക്കീലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളൊന്നല്ല, ലീഡറാണ് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു, ലീഡർമാരെ, നിങ്ങളെ പറ്റിച്ച ലീഡർമാർ പിന്നെ ഇത് തിരിച്ചു വരുന്നതല്ലാണ്ട് തിരിച്ചു വരില്ല എന്ന് പറയുമോ ഫസൽക്ക? നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ എങ്കിൽ അങ്ങനെയാണ്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്, യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല, കൈമിലാണ് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യാനാണ്, കേസൊന്നും കൊടുക്കാൻ പറ്റൂല. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ പറയും, പിന്നെ എനിക്ക് പൈസ തന്നിട്ടില്ല എന്നല്ലേ ഇവന്മാർ പറയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസൽക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസൽക്കയുടെ വാക്ക് കേട്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ, കേട്ടോ പുതിയൊരു ആൾ പറഞ്ഞിരിക്കുന്നു, എന്തായാലും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും സമാധാനിക്കാം, എന്തായാലും തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്തോളം, ഹൈറിച്ചിൻ്റെ കേസുമായി സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ. ബൈ ബൈ ബൈ.